ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. ഇടനെഞ്ഞൻ താളമോടെ നെടുവീർപ്പിൻ മോളലോടെ, ഇടനെഞ്ഞൻ താളമോടെ നെടുവീർപ്പിൻ മോളലോടെ, മലർമഞ്ചൽ തോളിലേറ്റി പോകില്ലേ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. ഞാൻ കേരളത്തിലെ അവസാനത്തെ നാടകക്കൊട്ടക, കുന്നംകുളം ബാർ എന്നറിയപ്പെടുന്ന ബ്യൂറോ ഓഫ് ആർട്സ് ആൻഡ് റിക്രിയേഷൻ. ഇന്ന് അവസാനത്തെ നാടകവും അരങ്ങൊഴിഞ്ഞാൽ ഞാൻ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിൽ വിലയം പോകും. 36 വർഷം മുമ്പ് 1970 എൻ്റെ ജനനം. എൻ.എം. പിള്ള, പി.ജെ. ആൻ്റണി, ബാലൻ കെ നായർ, തിലകൻ, കെ.പി.എസ്. സുലോചന, ബിയാട്രീസ്, കുട്ടിയടത്ത് വിലാസിനി, കോഴിക്കോട് ശാന്താദേവി തുടങ്ങി അനേകം നാടക പ്രതിഭകൾക്ക് ഞാൻ എൻ്റെ മാറിൽ അരങ്ങൊരുക്കി. ഒട്ടേറെ ഋതുപകർച്ചകൾക്ക് മൗനസാക്ഷ്യം വഹിച്ചു. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചും അഗ്നിപരീക്ഷകളെ അതിജീവിച്ചുമാണ് എൻ്റെ ശില്പികൾ എന്നെ നിലനിർത്തിയത്. നാടകമെന്ന ജൈവകല തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ഈ ദശാസന്ധിയിൽ ഒരു സ്ഥിരം നാടകക്കൊട്ടക അപ്രസക്തമാവുന്നു. ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഞാൻ എൻ്റെ 3 വ്യാഴവട്ടക്കാലത്തെ ഓർമ്മച്ചെപ്പ് നാടകപ്രേമികളെ നിങ്ങൾക്കായി തുറക്കട്ടെ. വാണിജ്യനഗരം എന്ന കേളികേട്ട കുന്നംകുളത്തിന് ധന്യമായ ഒരു സാംസ്കാരിക പൈതൃകമുണ്ടെന്ന ചരിത്ര യാഥാർത്ഥ്യം പലർക്കും അറിയില്ല. മഹാകവി വള്ളത്തോളിനും കൈക്കുളങ്ങര രാമവാര്യർക്കും ആതിഥ്യമരുളിയ ഈ നാട്ടിലായിരുന്നു സർ CP-യുടെ നിരോധനത്തെ മറികടക്കാൻ മനോരമയ്ക്ക് അച്ചുനിരത്തിയ അക്ഷരരത്നപ്രകാശിനി. കലാമണ്ഡലം പിറവികൊള്ളും മുമ്പേ കളിയോഗത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന മണക്കുളം കൊട്ടാരം, പനക്കൽ മാപ്പിളയുടെ ആർട്സ് ക്ലബ്, ഇലക്ട്രിക് ബുൾബുൾ രൂപകൽപ്പന ചെയ്ത കുര്യക്കുട്ടി ആശാൻ്റെ സംഗീത കലാസമിതി, MGM ഓർക്കസ്ട്ര, ഡേവിഡ് ഭാഗവതർ, വാസ്തുശില്പകലയുടെ ആചാര്യനായ കാണിപ്പയ്യൂർ നമ്പൂതിരിപ്പാടിൻ്റെ പഞ്ചാംഗം പ്രസ്, ഇങ്ങനെ എണ്ണിപ്പറയാൻ തുടങ്ങിയാൽ ഒട്ടേറെ ഈടുവെപ്പുകൾ. ഈ പുഷ്കലമായ പാരമ്പര്യത്തിൻ്റെ സ്വാഭാവിക പരിണതിയും പിന്തുടർച്ചയുമായിരുന്നു ബ്യൂറോ ഓഫ് ആർട്സ് ആൻഡ് റിക്രിയേഷൻ എന്ന ബാർ. അദ്ദേഹം കാരണപ്പാടാവുന്നതിന്, അതായത് ഈ വലിയ കുഞ്ഞുണ്ണി രാജ കാരണപ്പാടാവുന്നതിന് മുമ്പ് തന്നെ മണക്കുളമൊക്കെ കഥകളിയോഗം ഉണ്ടായിരുന്നു. അന്ന് കഥകളിയോഗങ്ങളുള്ള ചില സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു മണക്കുളം. മണക്കുളമൊക്കെ കഥകളിയോഗം ഉണ്ടായിരുന്നു. ഈ കഥകളി യോഗം കാരണപ്പാടിൻ്റെ മേൽനോട്ടത്തിലാണ് തുടർന്നു പോന്നിരുന്നത്. ആ സമയത്ത് കഥകളിക്ക് എന്ന് തീരെ പ്രചാരമില്ലാത്ത കാലമായിരുന്നു. അപ്പോൾ കളി വെറുതെ സൗജന്യമായിട്ട് കളിച്ചാലും കാണാൻ ആളില്ല. ഇങ്ങനെ ഒരു നിലയിലേക്ക് കഥകളി എന്നുള്ള കല തന്നെ ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് ഇല്ലാതാവാൻ പോവുമായിരുന്നു. അത് കക്കാട്ട് കാരണപ്പാടായിട്ടുള്ള ഈ വലിയ കുഞ്ഞുണ്ടാജാവിനെ വളരെ അസ്വസ്ഥനാക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരെ മരുമകൻ മുകുന്ദരാജ, അപ്പോൾ എൻ്റെ നേരെ അമ്മാവനാണ് മുകുന്ദരാജ. മുകുന്ദരാജയുടെയും അമ്മാവനാണ് ഈ കക്കാട്ട് കാരണപ്പാടായിരുന്ന വലിയ കുഞ്ഞുണ്ണി രാജ. മുകുന്ദരാജയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ അയാൾ കഥകളി നശിക്കും, അതിന് യാതൊരു ഭാവിയില്ല. അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്തേ ഒക്കൂ.
അപ്പം മഹാകവി വള്ളത്തോൾ അന്ന് ഭാരതത്തിൽ മാത്രമല്ല പുറം ലോകത്തിലും പ്രസിദ്ധനായിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു. അപ്പം മുകുന്ദ രാജാവ് പറഞ്ഞു, ശരി, ഞങ്ങൾ വള്ളത്തോൾ നാരായണമേനായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഇതിനെപ്പറ്റി തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അവിടുന്നാണ് ഈ കലാമണ്ഡലത്തിൻ്റെ തുടക്കമുണ്ടായത്. അങ്ങനെ മുകുന്ദ രാജാവും മഹാകവി വള്ളത്തോളും കൂടി ആലോചിച്ച് കലാമണ്ഡലം എന്നുള്ള സ്ഥാപനം തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ കാരണപ്പാടിന് കുഞ്ഞുണ്ണി രാജയ്ക്ക് വളരെ സന്തോഷമായി. ഇനി അത് ജീവിക്കും, അത് വളരും. എന്താ വെച്ചാൽ ഈ മുകുന്ദരാജാവിനെ കുഞ്ഞനാണ് വിളിക്കുക. കുഞ്ഞനും നാരായണമേനും അല്ലേ അതിൻ്റെ ഉത്സാഹികൾ. അത് നേരെ വേണ്ട വരില്ല. എനിക്ക് സമാധാനമായി. കലാമണ്ഡലം ഇവിടെ വെച്ചിട്ട് തന്നെ, കക്കാറ്റ് വെച്ചിട്ട് തന്നെ തുടങ്ങാം. അത് പറയാൻ പ്രത്യേകിച്ചൊരു കാരണം ഉണ്ടായിരുന്നു. അതായത് കലാമണ്ഡലത്തിലേക്ക് ഈ മണക്കുളം വകയുള്ളതായിട്ടുള്ള കഥകളി സംഘത്തിലത്തെ സർവ്വ കലാകാരന്മാരെയും കഥകളി കോപ്പുകളും എല്ലാം ഞാൻ സൗജന്യമായിട്ട് സംഭാവന ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് കക്കാട്ട് വെച്ചിട്ട് 1930 നവംബറിലാണ് തോന്നുന്നത് ഒരു സുപ്രഭാതത്തിൽ ചിറളയം, മണക്കുളം പാലസുകളിൽ അരങ്ങേറി വന്ന വരേണ്യ നാടക പാരമ്പര്യം പിൽക്കാലത്ത് ജനകീയ കൂട്ടായ്മകളിലൂടെ പടർന്നു പന്തലിച്ചു. വടക്കത്ത് അപ്പുക്കുട്ടൻ, ഏറത്തും മാക്കുണ്ണി, CV ശ്രീരാമൻ്റെ അച്ഛനായ ചെറുതുരുത്തി വേലപ്പൻ എന്നിവരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഭുവനദാസൻ നാടകം, ഈഡിപ്പസ്, വലിയ മുക്കുവൻ തുടങ്ങിയ ക്രിസ്തീയ നാടകങ്ങൾ, തൊഴിലാളി വായനശാലയുടെ ആ ശവകുടീരം ഒരു രക്തസാക്ഷിയുടേതാണ് തുടങ്ങിയ സോഷ്യലിസ്റ്റ് നാടകങ്ങൾ, ഷെവലിയർ ചെറിയാൻ്റെ മിശിഹാചരിത്രം, ചെറുകാടിൻ്റെ നമ്മളൊന്ന്, കെ ദാമോദരൻ്റെ പാട്ടബാക്കി, ഭാരത് കലാലയ തിയേറ്റേഴ്സിൻ്റെ ധൂമകേതു, രജനി, തപോവനം, PJ ആൻ്റണിയുടെയും തിലകൻ്റെയും നേതൃത്വത്തിൽ രൂപം കൊണ്ട ഗീതാഞ്ജലിയുടെ അമ്മ, തീ, അയ്പ് പാർമേലും മുരളി മാസ്റ്ററും രൂപീകരിച്ച കലിയുഗവേദിയുടെ പിപാസ, ചായം തേച്ച മുഖങ്ങൾ തുടങ്ങി അമേച്ചറും പ്രൊഫഷണലുമായ ഒട്ടേറെ നാടകങ്ങൾ കാലാകാലങ്ങളിൽ കുന്നംകുളത്ത് അരങ്ങേറി. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈകിളിയെ, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈകിളിയെ. കിളിയെ പൈകിളിയെ വെക്കം വെക്കം ചെല്ലന്ന്, വെക്കം വെക്കം ചെല്ലന്ന്. എൻ്റെ ഓർമ്മയിൽ 73-ലാണ് ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ ഭാരവാഹിയാവുന്നത്, ജോയിൻറ്റ് സെക്രട്ടറി. അത് കഴിഞ്ഞ് അന്ന് CP മാത്യു ആണ് സെക്രട്ടറി. CP മാത്യു ഒരു സെൻസിറ്റീവായിട്ടുള്ള പ്രശ്നത്തിൽ, അതായത് ഈ ലൈഫ് മെമ്പേഴ്സിന് കൂടുതൽ പാസ് കൊടുക്കുന്നു എന്നുള്ളതിനെ എതിർത്തിട്ട് അദ്ദേഹവും കൊച്ചുഞ്ഞേട്ടനും രണ്ടുപേരും അതിനെ എതിർത്തിട്ട് അങ്ങനെ രാജിവെച്ചു. മാത്തേട്ടൻ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. അപ്പോഴാണ് പിന്നീട് ഞാൻ സെക്രട്ടറി ആവുന്നത്. പിന്നെ കുറേ കാലം സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്രസിഡൻ്റായി, ഇന്നേ വരെ പ്രസിഡൻ്റാണ്. ഇതിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, കുന്നംകുളത്ത് ഇങ്ങനൊരു സംഘടന ഒരു 3 പതിറ്റാണ്ട് കാലം പ്രവർത്തിക്കുക എന്നാണ് ഒരു രംഗത്തുണ്ടായിട്ടില്ല. കുന്നംകുളത്ത് പല സംഘടനകളും കാര്യമൊക്കെ ഉണ്ടല്ലോ, സമുദായമായാലും എന്തായാലും. ഇത്രയും ദീർഘകാലം ഈ സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനായിട്ട്, ഒരു പരിച്ഛേദമായിട്ട് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ സ്ട്രെയിൻ അനുഭവിച്ചിട്ടുണ്ട് പല ആളുകളും. മാപ്പിള വർഗീസ്, VK ജോർജ് മാസ്റ്റർ, KV വേണുഗോപാൽ, TA ഉട്ടൂപ്പേട്ടൻ, CC വർഗീസ്, CT ഗീവർ,
അപ്പോൾ ഈ അടുത്ത് മരിച്ച CV സൈമൻ, പിന്നെ ഞാനും TC വർഗീസും, ഞങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം. ഈ 35 കൊല്ലമായിട്ട്, അപ്പം ഞാൻ കോഴിക്കോടാണ് താമസം. കോഴിക്കോട് നിന്ന് ഇതിനായിട്ട് വരുന്നത് ഇത് നിലനിൽക്കണം അതുകൊണ്ടാണ്. TC വർഗീസ് അനാരോഗ്യമൊക്കെ ഉണ്ടായിട്ടും മിക്കവാറും ദിവസം അവിടെ വരുന്നു. ഇപ്പോഴും ഭാരവാഹിയൊന്നുമല്ല, അതായത് സെക്രട്ടറിയോ ജോയിൻറ്റ് സെക്രട്ടറിയോ പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ ഒന്നുമല്ല, എന്നാലും വരുന്നു ദിവസവും. 10-25 എനിക്ക് തോന്നുന്നു 10-26 കൊല്ലമായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലായി താക്കോല്. അങ്ങനെ കുറേ ആളുകൾ, പനക്കൽ മാപ്പിളനെ പ്രത്യേകം എടുത്ത് പറയണം. ബാറിൻ്റെ ആദ്യകാല സംഘാടകരിൽ പ്രമുഖനായ പനക്കൽ മാപ്പിള കലാനിലയം കൃഷ്ണൻ നായരുടെ അടുത്ത സുഹൃത്തായിരുന്നു. കലാനിലയം സ്ഥിരം നാടകവേദിയെ കുന്നംകുളത്തുകാർക്ക് പരിചയപ്പെടുത്തിയത് ഇദ്ദേഹമാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ കുന്നംകുളത്തെ യുവാക്കൾ സംഘടിപ്പിച്ച അമേച്ചർ നാടകങ്ങളുടെ മുഖ്യ അമരക്കാരൻ പനക്കൽ മാപ്പിളയായിരുന്നു. അതുപോലെ തന്നെ ബാറിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മനസ്സും ശരീരവും അർപ്പിച്ച നിരവധി സഹൃദയർ മൺമറഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം. എൻ്റെ ഓർമ്മയിൽ 1972 ബാറ് ഫോം ചെയ്തതിൻ്റെ ആദ്യത്തെ കമ്മിറ്റിയിൽ തന്നെ എന്നെ ആദ്യം ഇങ്ങോട്ട് കോപ്റ്റ് ചെയ്യണ്ടായിരുന്നു. അന്ന് ഇവിടെ പ്രസിഡൻറ്റ് വേണുഗോപാലൻ മാഷായിരുന്നു, സെക്രട്ടറി രാഘവ മാസ്റ്റർ. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം പിന്നീടുള്ള എല്ലാ കമ്മിറ്റികളിലും ഞാൻ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഏതാണ്ട് എൻ്റെ തോന്നലിൽ ഒരു 80 തൊട്ട് 92 വരെ എൻ്റെ ഓർമ്മ സെക്രട്ടറി ആയിട്ട് തുടർന്നിരുന്നു. ഞാൻ സെക്രട്ടറിയും രാഘവ മാഷ് പ്രസിഡൻറ്റുമായിട്ടുള്ള ഞങ്ങൾ അങ്ങനെയായിരുന്നു ഒരുപാട് കാലം. ഏതാണ്ട് 10-20 കൊല്ലത്തോളം അങ്ങനെ തുടർന്നു. അതിനുശേഷം അല്പം ദേഹാസ്വാസ്ഥ്യം ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ സെക്രട്ടറി നിലയിൽ നിന്ന് മാറുകയും, എന്നാൽ തന്നെയും ഇതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും എല്ലാവിധ കാര്യങ്ങളിലും വളരെയധികം ബദ്ധശ്രദ്ധനായിട്ട് ഇന്നേ വരെ കൊണ്ടു നടന്നു. വേറെ അതിൻ്റെ ഒരു സംഗതി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊന്ന് ഒഴിഞ്ഞു പോകാമെന്ന് പറയുന്ന വാസ്തവത്തിൽ നമ്മുടെ തറവാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന മാതിരി. എൻ്റെ അടുത്തുള്ള ഈ താക്കോല് ഏതാണ്ട് 10-25 കൊല്ലമായിട്ട് എൻ്റെ കയ്യിലുണ്ട്, ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. കുന്നംകുളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന ഒരുപാട് കലാഹൃദയമുള്ള ആളുകൾ കൂടിച്ചേർന്നുകൊണ്ട് നാടകം എഴുതുവാനും ഡയറക്റ്റ് ചെയ്യാനും കഴിവുള്ളവർ, നാടകം എഴുതി ഡയറക്റ്റ് ചെയ്ത് അത് അവതരിപ്പിക്കാൻ വേദി ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഓരോ മാസത്തിൽ ഓരോ നാടകങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു വേദി ഉണ്ടാക്കി. ഇത് കേരളത്തിലെ പ്രധാന എല്ലാ പട്ടണങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെയാണ് കുന്നംകുളത്ത് ഉണ്ടാക്കിയത്. കുന്നംകുളത്ത് ARC എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് ആദ്യമായി ഉണ്ടാക്കിയത്. അത് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് നാടകം അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും പുറത്തുള്ള പ്രൊഫഷണൽ നാടകങ്ങൾ ഓരോ മാസവും ഓരോന്ന് ബുക്ക് ചെയ്ത് നടത്തി വരികയും ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോൾ മറ്റു കുറേ പേർ കൂടി AB എന്ന് പറഞ്ഞ മറ്റൊരു കലാ സാംസ്കാരിക സമിതി ഉണ്ടാക്കി. അവരും മാസം പ്രതി ഓരോ നാടകങ്ങൾ നടത്തി വന്നു. അങ്ങനെ കുറേ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം 2 കലാ സാംസ്കാരിക സമിതികൾക്ക് മാസം പ്രതി ഓരോ നാടകങ്ങൾ നടത്തുമ്പോൾ 2 നാടകങ്ങൾക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള ചിലവ് അത് സഹിക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് വരുമെന്ന് വിചാരിച്ചുകൊണ്ട് കലാനിലയം കൃഷ്ണൻ നായർ അദ്ദേഹം ഒരു പ്രോഗ്രാമിന് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഒരു സജഷൻ വെച്ചു, നിങ്ങൾക്ക് 2 പേർക്കും കൂടി ഒന്നായിക്കൂടെ എന്ന്. അദ്ദേഹത്തിൻ്റെ സജഷൻ അനുസരിച്ചുകൊണ്ട് അന്ന് പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന പനക്കിലാപ്പിളയും മറ്റു ചില പ്രധാന ആൾക്കാരൊക്കെ കൂടി ചേർന്നുകൊണ്ട് മീറ്റിംഗ് വിളിക്കുകയും 2ഉം കൂടി ചേർന്ന് ഇന്നത്തെ ബാർ ഉണ്ടായി. അങ്ങനെയാണ് ഇന്നത്തെ ബാർ ഉണ്ടായത്. അമാർഗമേറ്റ് ചെയ്താണ് മറ്റ് 2 കലാ സാംസ്കാരിക സമിതികളും കൂടി. ആ ബാർ കേരളത്തിലെ എല്ലാ കലാഹൃദയമുള്ളവർക്കും ഒരു താങ്ങും തണലുമായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കലാനിലയം നാടക ട്രൂപ്പ് അല്ലെങ്കിൽ കൃഷ്ണൻ നായരാണ്
ബാർ എന്ന സംഘടനയെ നിലനിർത്താൻ പരോക്ഷമായി സഹായിച്ചു. അല്ലെങ്കിൽ ഈ ഓഡിറ്റോറിയം അന്നൊക്കെ ഒരു 25,000 റുപ്യ കിട്ടുമേ, ഇപ്പോൾ ഒരു 70,000 വരെ ആയിട്ടുണ്ട്. ഓരോ വർഷവും ഇത് കെട്ടിമേയാനുള്ള പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി മെമ്പർഷിപ്പ് എന്താണെന്ന് അറിയാലോ, ഓരോ കാലത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ച് ഇപ്പോൾ 30 രൂപയാണ്. അപ്പോൾ ഈ മെമ്പർഷിപ്പ് കൊണ്ടുള്ള ആ വരുമാനം കൊണ്ട് നാടകം നടത്താൻ കഴിയില്ല, അന്ന് നടത്താൻ കഴിയില്ല, ഇന്നും നടത്താൻ കഴിയില്ല. അപ്പോൾ അതിനായിട്ട് പ്രത്യേക പ്രോഗ്രാം ഉണ്ടാക്കുകയാണ്. പ്രധാനമായിട്ട് കലാനിലയത്തിൻ്റെ പ്രോഗ്രാം തന്നെ. ഈ കലാനിലയത്തിൻ്റെ നാടകം കളിക്കുന്നതിന് വേണ്ടിയാണ് ഓഡിറ്റോറിയത്തിൽ ഇത്രയും വലിയൊരു സ്റ്റേജ് ഉണ്ടാക്കിയത്. ആദ്യം അവിടെയായിരുന്നു, ആ ഭാഗത്തായിരുന്നു. പിന്നീട് അത് മാറ്റി കോൺക്രീറ്റൊക്കെ ചെയ്ത് വളരെ സൗകര്യത്തിലുണ്ടാക്കിയതാണ്. അപ്പോൾ കേരളത്തിൽ കലാനിലയത്തിന് അവരുണ്ടാക്കുന്ന ടെമ്പററി തിയേറ്റർ അല്ലാതെ കളിക്കാനുള്ള ഒരേ ഒരു സ്ഥലം കുന്നംകുളം ബാർ ഓഡിറ്റോറിയമാണ്. ഈ ബാർ എന്ന് പറഞ്ഞ സംഘടന ആദ്യകാലങ്ങളിൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ എല്ലാ ആളുകളും ഫാമിലിയായിട്ട് വന്നിട്ട് നാടകം കാണുക എന്നുള്ളൊരു ചടങ്ങുണ്ടായിരുന്നു. തന്നെയല്ല, കുന്നംകുളത്ത് നാടകം കളിച്ചാലേ അത് ഏത് സ്ഥലത്ത് വേണമെങ്കിലും കളിക്കാമെന്നുള്ളൊരു കാലഘട്ടമായിരുന്നു. കാരണം ഒരു ഡയലോഗ് തെറ്റിക്കഴിഞ്ഞാൽ ആളുകൾ കൂക്കും, അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കുന്നംകുളത്ത് നാടകം കളിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സത്യത്തിൽ പേടിയാണ്. പഠിച്ച് ചിട്ടപ്പെടുത്തിയതിന് ശേഷമാണ് കുന്നംകുളത്ത് നാടകം കളിക്കുക. പിന്നെ ഇപ്പോൾ കുറേ കാലം വെച്ചിട്ട് നാടകത്തിന് ആളുകളില്ല. കാരണം ടി വിയുടെ മുന്നിലും അതിനൊക്കെ ആളുകൾ ഇരിക്കുന്നത്. ഇതിന് വരാൻ തന്നെ ആളുകൾക്ക് തയ്യാറില്ല, സമയമില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കാര്യം. കേരളത്തിൽ പല സ്ഥലത്തും ഈ ഫൈൻ ആർട്ട് സൊസൈറ്റികൾ ഉണ്ടെങ്കിലും അത് കുന്നംകുളത്ത് മാത്രമാണ് ഇപ്പം കാര്യമായിട്ട് നിലനിൽക്കുന്നത്. അതിപ്പോൾ ഒരു വലിയൊരു അബദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഓഡിറ്റോറിയം ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു നില വന്നിരിക്കുകയാണ്. 1970-കളിൽ മലയാള നാടകവേദിയിൽ അമച്ചർ നാടകത്തിൻ്റേതായ ഒരു മുന്നേറ്റം നടക്കുകയുണ്ടായി. ഒരുപാട് പുതിയ നാടകകൃത്തുക്കളും സംവിധായകരും നടന്മാരും ഒക്കെ രംഗത്ത് വരികയുണ്ടായി. അത്തരം ഒരു പുതിയ നാടക തരംഗത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ബാർ ഓഡിറ്റോറിയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അമച്ചർ നാടക മത്സരം അഖില കേരള അടിസ്ഥാനത്തിൽ അമച്ചർ നാടക മത്സരം ആരംഭിച്ചത്. കണ്ടംപള്ളി ബാലൻ സ്മാരക ട്രോഫിക്കും ഹിന്ദുസ്ഥാൻ കോഫി ഹൗസ് ട്രോഫിക്കും വേണ്ടിയുള്ള നാടക മത്സരം ഏതാണ്ട് 10-20 വർഷം നല്ല രീതിയിൽ നടക്കുകയുണ്ടായി. PM താജനെ പോലുള്ള പുതിയ നാടകൃത്തുക്കളും അക്കൂട്ടത്തിൽ അർഹം റാസ, സുനിൽ കെ ആനന്ദ് തുടങ്ങിയിട്ടുള്ള പുതിയ നാടകൃത്തുക്കളും ഇന്നിപ്പോൾ അറിയപ്പെടുന്ന സിനിമാ നടനായ ശ്രീനിവാസൻ, അതുപോലെ റിസബാവ തുടങ്ങിയിട്ടുള്ള ആളുകളുമൊക്കെ അന്നത്തെ നാടക മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ ബാർ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട്. അന്ന് ജി ശങ്കരപ്പിള്ളയുടെ ചില നാടകങ്ങൾ, മൃഗതൃഷ്ണ, ഭരതവാക്യം തുടങ്ങിയിട്ടുള്ള നാടകങ്ങൾ ഈ മത്സരത്തിൽ അവതരിപ്പിക്കാൻ ഞാൻ ഉൾപ്പെടുന്ന ഒരു ടീം രംഗത്ത് വരികയുണ്ടായി. തൃശ്ശൂർ LC, ശേഖരൻ അത്താണിക്കൽ തുടങ്ങിയിട്ടുള്ള ആളുകളും എൻ്റെ ട്രൂപ്പിലുണ്ടായിരുന്നു. ഈ 2 നാടകത്തിനും, ഭരതവാക്യത്തിനും മൃഗതൃഷ്ണയ്ക്കും ഏറ്റവും നല്ല നാടകത്തിനുള്ള കണ്ടംപള്ളി ട്രോഫി കിട്ടുകയുണ്ടായിട്ടുണ്ട്. 80-കളുടെ മധ്യത്തോടുകൂടി അത്തരം അമച്ചർ നാടകരംഗത്ത് ഒരുതരം ശിഥിലീകരണം സംഭവിക്കുകയും നാടകവേദികൾക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുകയും, പ്രത്യേകിച്ചും ഗ്രാമീണ നാടക ട്രൂപ്പുകളാണ് രംഗത്ത് വന്നിരുന്നത്. അവർക്ക് സാമ്പത്തിക പ്രയാസം മൂലം ആ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരികയും വളരെ ജനങ്ങളെ വല്ലാതെ അകറ്റി നിർത്തുന്ന ഒരു തരം പരീക്ഷണാത്മകതയുടെ ഭാഗമായിട്ട് പ്രേക്ഷകർക്കിടയിൽ അതിനോടൊരു മടുപ്പ് വരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഞങ്ങൾ അമച്ചർ നാടക മത്സരം മാറ്റിയിട്ട് അത് പ്രൊഫഷണൽ നാടക മത്സരമാക്കി മാറ്റിയത്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് പ്രൊഫഷണൽ നാടക മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും പ്രൊഫഷണൽ നാടക മത്സരം നല്ല രീതിയിൽ നടന്നു. ഒരുപക്ഷേ കേരള സർക്കാർ നടത്തുന്ന പ്രൊഫഷണൽ നാടക മത്സരത്തേക്കാൾ കേരളത്തിലെ
ട്രൂപ്പുകൾ മാനിക്കുന്നത്, മാറ്റുരച്ച് നോക്കുന്നത് ബാറിൻ്റെ നാടക മത്സരമാണ്. ബാറിൻ്റെ നാടക മത്സരത്തിൽ പ്രൈസ് നേടിയ ഒരു നാടകമാണെങ്കിൽ അത് കേരളത്തിലെ എല്ലാ വേദികളിലും ധൈര്യമായിട്ട് കളിക്കാം എന്നുള്ള ഒരവസ്ഥയുണ്ട്. നാടക സിനിമാ നടനും നാടകകൃത്തും അധ്യാപകനും പത്രപ്രവർത്തകനുമായിരുന്ന മഞ്ഞുളാവിൽ മുരളീധരൻ കുന്നംകുളത്തെ സാംസ്കാരിക മേഖലയ്ക്ക് ചെറളയം പാലസിന്റെ സംഭാവനയാണ്. ARCയുടെയും പിന്നീട് ബാറിന്റെയും മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്നു. സ്വതന്ത്ര മണ്ഡപം സായാഹ്ന പത്രം മുരളി മാസ്റ്ററുടെ പത്രാധിപത്യത്തിലാണ് കുന്നംകുളത്ത് നിന്ന് ഇറങ്ങിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം കുന്നംകുളം ബാർ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പഴയ തറവാട് പോലെയാണ്. ഇവിടെ വരുമ്പോൾ പഴയ തറവാട്ടിലേക്ക് വരുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെടാറ്. അത് പൊളിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം തറവാട് ഒരു സുഹൃതക്ഷയം സംഭവിച്ച് പൊളിച്ചു മാറ്റുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാർ ഓഡിറ്റോറിയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിന് വലിയ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. തനി സാമ്പ്രദായിക നാടകങ്ങൾ മുതൽ ഈ അതിസങ്കീർണമായ ആധുനിക രംഗവേദികൾക്ക് വരെ ഈ പരീക്ഷണമായ വേദി ഒരുക്കിയിട്ടുള്ള ഒരു ചരിത്രം ഈ ബാറിനുണ്ട്. അതുപോലെ തന്നെ ഈ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള നിരവധി നാടകത്തിൻ്റെ ഈ മഹാരാജന്മാരായിട്ടുള്ള പൂർവികന്മാർ ഇവിടെ നാടകം കളിച്ച ചരിത്രമുണ്ട്. NN പിള്ളയും ഈ PJ ആൻ്റണി, തിലകൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ നാടകം അഭിനയിക്കുന്നത് ഇവിടെ ഇരുന്ന് കാണാനുള്ള സൗഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള നിരവധി ഓർമ്മകളുണ്ട്. ഞങ്ങൾ ഈ 70കളുടെ അവസാനത്തിലൊക്കെ G ശങ്കരപിള്ളയുടെ നാടക പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ആധുനിക നാടകത്തിൻ്റെ ഒരു എടി തന്നെ കേരളത്തിലുണ്ടായപ്പോൾ, മലയാള നാടകവേദിയിലുണ്ടായപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആധുനിക നാടക പരീക്ഷണങ്ങൾക്കൊക്കെ വേദിയാക്കിയിട്ടുള്ളൊരു സ്ഥലമാണിത്. അതുപോലെ തന്നെ എനിക്ക് നിരവധി ഓർമ്മകൾ ഈ നാടകത്തിൻ്റെ ഒരു പിച്ച വെച്ച് നടന്ന ഒരു തറവാട് മുറ്റം പോലെയാണ് എനിക്ക് ആദ്യമായിട്ട് അവാർഡ്, നാടകരചനയ്ക്ക് അവാർഡ് കിട്ടിയത് ആദ്യം ഇവിടെയാണ്. ഈ കബന്ധങ്ങൾ എന്ന് പറഞ്ഞൊരു നാടകത്തിന് എനിക്ക് നാടകരചനയ്ക്കുള്ള ഒരു അവാർഡ് കിട്ടിയത് ഈ നാടകത്തിന് ബാറിൻ്റെ ഒരു നാടക മത്സരത്തിലാണ്. അതുപോലെ തന്നെ അതിനുശേഷം ഒരു പ്രൊഫഷണൽ നാടകത്തിന് സരയൂ സാക്ഷി എന്ന് പറഞ്ഞൊരു നാടകത്തിന് എനിക്ക് രചനയ്ക്കുള്ള അവാർഡ് ഈ ബാറിൻ്റെ നാടക മത്സരത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിരവധി നാടക പരീക്ഷണങ്ങളും നാടക പ്രവർത്തനങ്ങളുമായിട്ട് KS വിജയൻ, അതുപോലെ തന്നെ ശേഖർ അത്താണിക്കൽ തുടങ്ങിയിട്ടുള്ള ആധുനിക നാടകവേദിയുമായിട്ടുള്ള പരീക്ഷണങ്ങളുമായി മുന്നോട്ട് വന്ന ചെറുപ്പക്കാരുമായിട്ട് സഹകരിക്കാനും നാടകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതിൻ്റെ വിസ്തൃതി എത്രയെന്ന് ഏറെക്കുറെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ബാറുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് ഈ ബാറ് പൊളിച്ചു മാറ്റുന്നു എന്ന് പറയുമ്പോൾ മനസ്സിൽ എവിടെയോ, ഹൃദയത്തിൽ എവിടെയോ ഒരു വല്ലാത്ത ഒരു നീറ്റൽ, വേദന അനുഭവപ്പെടുന്നുണ്ട്. അത് എനിക്ക് പറഞ്ഞറിയിക്കാം. ഈ മലയാള നാടകവേദിയുടെ ആധുനിക അവസ്ഥ ഈ ബാറിൻ്റെ ഈ പൊളിച്ചുമാറ്റലായിട്ട് വേണമെങ്കിൽ നമുക്ക് താരതമ്യപ്പെടുത്താവുന്നതാണ്. ചേറപ്പായി കഥകളിലൂടെ പ്രസിദ്ധനായ അഡ്വക്കേറ്റ് ഐപ്പ് പാറമേൽ കൃതഹസ്ഥനായ നാടകകൃത്ത് കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചായം തേച്ച മുഖങ്ങൾ ബാറിൻ്റെ അഖില കേരള നാടക മത്സരത്തിൽ 1ാം സമ്മാനമായ കണ്ടംപുള്ളി ബാലൻ സ്മാരക ട്രോഫി നേടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നാടകമാണ് കലിയുഗവേദി അവതരിപ്പിച്ച പിപാസ. കാലത്ത് ഇവിടെ 7 മണിക്ക് ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കാൻ വരും. ഈ ഷട്ടിൽ ബാഡ്മിൻ്റൺ കോർട്ടിടുന്നതിൻ്റെ കഥ പറയുകയാണെങ്കിലേ, വാസ്തവത്തിൽ കലാനിലയം 1987 86 ഇവിടെ നടന്നതിന് ശേഷം വിസ്റ്റാവിഷൻ പ്രോഗ്രാം ഇവിടെ നടത്തി. അപ്പോൾ വലിയൊരു സ്റ്റേജ് നമുക്ക് കിട്ടി. എന്നാലും കുറേ അതൊരു ഇൻഡോർ ഷട്ടിൽ കോർട്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വ്യക്തിപരമായിട്ട് സി സക്കറിയ വർഗീസ് ചീരനും ജോർജ് ജോബും അതുപോലെ തന്നെ ഞങ്ങളുടെ സുഹൃത്തായിരുന്ന പരേതനായ ശ്രീ KT മാത്യുവും വളരെയധികം പ്രോത്സാഹനങ്ങൾ തന്നിരുന്നു. അന്ന് കുന്നംകുളത്തെ ആദ്യത്തെ ഒരു ഷട്ടിൽ ബാഡ്മിൻ്റൺ കോർട്ടാണ് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്.
അതിനെ ചുവടുപിടിച്ചാണ് മറ്റ് പല സ്ഥലങ്ങളിലും ഇൻഡോർ കോർട്ടുകൾ വന്നത്. ആ കാലത്ത് ഷട്ടിൽ ബാഡ്മിൻ്റൺ കളി തന്നെ ഇവിടെ വിരളമായിട്ടാണ് നടന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ആളുകൾ കൂടെ അതിനെ ഉത്സാഹിച്ച് അവിടെ പല ടീമുകളും, അതായത് സമയം വെച്ച് കാലത്തും വൈകിട്ടുമൊക്കെ പല ടീമുകളും അവിടെ ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. പല ടൂർണമെൻറ്റുകളും നടത്തിയിട്ടുണ്ട്. പിന്നെ കരാട്ട അവിടെ ആ സ്റ്റേജിൽ 2-3 ടീം നടന്നുകൊണ്ടിരുന്നു. അതും ഈ കാലക്രമത്തിൽ അവരുടെ സാമ്പത്തികമായ പരാജയം കൊണ്ട് പല ടീമുകളും ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ 1-2 ടീമുകൾ മാത്രമാണ് കരാട്ട പ്രാക്ടീസ് ചെയ്യുന്നത്. കുന്നംകുളമായിട്ട് നാടക ഫീൽഡിൽ ബന്ധപ്പെടുന്നത് ശരിക്ക് ബാർ ഓഡിറ്റോറിയത്തിന് മുമ്പ് നമ്മുടെ പടിഞ്ഞാറേ അങ്ങാടിയിൽ പള്ളിയുണ്ടല്ലോ, പഴയ പള്ളി, അവിടെ MGM ഓർക്കസ്ട്ര ഒക്കെ ഉണ്ടായിരുന്നു. പാത്തപ്പേട്ടിനൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ. അവരുടെ ആ ഒരു പള്ളിയിൽ എല്ലാ ഡിസംബർ 31 ഒരു നാടകം ഉണ്ടാവും. ജനുവരി 1 ആഘോഷം എന്നതിന് പറയാം. ഡിസംബർ 31 രാത്രി നമ്മൾ തുടങ്ങിയിട്ട് ജനുവരി 1 ഉദയത്തിന് ആ സമയത്തെ അവസാനിക്കുള്ളൂ. അവിടെ അഭിനയിക്കാനുള്ള 1-2 ചാൻസ് കിട്ടി. അതിനും കാരണം ഞങ്ങളിവിടെ ലോക്കലായിട്ടൊരു കലാസമിതി ഫോം ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഷോ ഗുരുവായൂർ വെച്ച് നടത്തുന്നുണ്ടായി. ആ നാടകം സംവിധാനം ചെയ്തത് നമ്മുടെ വേണുമാഷാണ്. കുന്നംകുളത്തുണ്ടായിരുന്ന രാജാമാഷും വേണുമാഷും കൂടിയിട്ടാണ്. കുഞ്ഞുണ്ണി തമ്പുരാൻ അവരൊക്കെ കൂടിയിട്ടാണ് സംവിധാനം ചെയ്തത്. ആ കണക്ഷനാണ് ഈ MGM ഓർക്കസ്ട്ര. അവർ ഓർക്കസ്ട്ര വർക്ക് ചെയ്തത് MGMകാരാണ്. അപ്പോൾ MGMകാർ അവരുടെ ഈ പ്രോഗ്രാമിന്, ഈ ഡിസംബർ 31 പ്രോഗ്രാമിന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കുന്നംകുളമായിട്ട് നാടക ഫീൽഡിൽ ബന്ധപ്പെടാൻ തുടങ്ങിയത്. പിന്നീട് ബാർ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ ഈ ഗീതാഞ്ജലി തിയേറ്റേഴ്സിൻ്റെ പ്രവർത്തനം അവിടെ തുടങ്ങിയപ്പോൾ അതിൻ്റെ റിഹേഴ്സലൊക്കെ ബാർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തിയിരുന്നത്. അപ്പോൾ മിക്കവാറും ഉദ്ഘാടനം അവിടെ തന്നെയായിരിക്കും. പിന്നെ ബാറിൻ്റെ വാർഷികം എന്നുള്ള പരിപാടികൾ വരുമ്പോൾ അതിന് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കും. പിന്നീട് അതിന് ശേഷം ബാറിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാക്കി എടുക്കുകയുണ്ടായി. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞാനൊരു എംപ്ലോയി ആയിരുന്നുകൊണ്ട് മുഴുവൻ സമയവും അതിൻ്റെ പ്രവർത്തനത്തിന് പറ്റാതെയും പിന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആവുകയും ചെയ്തപ്പോൾ ഈ എക്സിക്യൂട്ടീവ് മെമ്പർ എന്നുള്ള സ്ഥാനം ഒഴിയേണ്ടി വന്നു. ഈ ഗീതാഞ്ജലിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഞങ്ങളൊക്കെ തന്നെ ഈ നാടകരംഗത്ത് കഴിയുന്നത്ര പ്രോത്സാഹനം കിട്ടിയിട്ടുള്ളത് ബാർ ഓഡിറ്റോറിയത്തിൻ്റെ പ്രവർത്തകരിൽ നിന്നുമാണ്. അപ്പോൾ ബാറിലെ നമ്മൾ മെമ്പർമാരൊക്കെ തന്നെ നാട്ടുകാരെന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് വളരെയധികം കലയെ സ്നേഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിൽ നമുക്ക് അവരെ ബഹുമാനിക്കാതിരിക്കാനോ അല്ലെങ്കിൽ അവരോടുള്ള കടപ്പാട് മറക്കാനും നിർത്തിയില്ല. പ്രത്യേകിച്ച് ജോർജ് മാഷ് ബാറിൻ്റെ സെക്രട്ടറി ആയിരുന്നു. മാഷ് എല്ലാ നാടകങ്ങളും അവിടെ റിഹേഴ്സൽ ചെയ്യാനുള്ള ഏറ്റവും സൗകര്യം ഉണ്ടാക്കി തന്നു, ഈ ഗീതാഞ്ജലി തിയേറ്റേഴ്സിൻ്റെ. അതുപോലെ തന്നെ ഞാൻ ഗീതാഞ്ജലിയുടെ നാടകങ്ങളല്ലാതെ തന്നെ മറ്റു പങ്കെടുത്തിട്ടുള്ള എല്ലാ നാടകങ്ങളും തന്നെ ഞാൻ പങ്കെടുത്തിട്ടുള്ള എല്ലാ നാടകങ്ങളും അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നും ഒരു മടി പറഞ്ഞിട്ടില്ല, ഏത് ട്രൂപ്പിൻ്റെ ആയാലും. അതാണല്ലോ ബാറിനോടുള്ള ഏറ്റവും വലിയ കടപ്പാട്. അല്ല, ബാർ പൊളിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞ കാര്യം തന്നെയാണ്. കാരണം എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും ബാർ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും, പൊളിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ അറിയാം. അന്ന് അത്ര ഒരു പ്രയാസം തോന്നിയില്ല. പക്ഷെ ബാർ പൊളിക്കുന്നു എന്നുള്ളതൊരു അതൊരു സത്യമാണ്, അല്ലെങ്കിൽ അടുത്ത മാസം അത് പൊളിക്കുകയാണ് എന്ന് വന്നപ്പോൾ അത് മനസ്സിന് വല്ലാത്തൊരു വേദന ഉണ്ടാക്കി. അപ്പോൾ അത് ഒട്ടുമിക്ക നാടകക്കാർക്കും നാടക പ്രവർത്തകർക്കും ഒക്കെ ബാറായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അത് വേണ്ട. ബാറിൽ സ്ഥിരമായിട്ട് നാടകം കാണുന്ന പ്രേക്ഷകർക്കും ഉണ്ടായി ആ പ്രയാസം. എല്ലാവരും പരസ്പരം ആ ഒരു വേദന പങ്കുവയ്ക്കുകയുണ്ടായി. എന്നാൽ ഇങ്ങനെ ഒരു അവസ്ഥ മുൻകൂട്ടി കണ്ട് ഒരു സ്ഥിരം സംവിധാനം ബാറിന് 10-35 വർഷമായിട്ട് നടത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കണ്ടെത്താൻ വേറൊരു ബദൽ ഇതൊന്ന് ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ നാളെയെങ്കിലും അതിനൊരു അവസ്ഥ നമുക്ക് ഉണ്ടാവണം, കുറച്ച് സ്ഥലമെങ്കിലും സംഘടിപ്പിച്ച് വെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതെന്താണെന്നുള്ളത് ഇപ്പോഴും എത്ര ആലോചിച്ചിട്ട് പിടിയിടുന്നില്ല. കാരണം ബാറിൻ്റെ തുടക്കം തൊട്ടുള്ള പ്രവർത്തനങ്ങളിലോ കാര്യങ്ങളിലോ ഒന്നും നമ്മൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. എൻ്റെ ബാറായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകം, ഏറ്റവും നല്ല പ്രൊഫഷണൽ നാടകങ്ങൾ ഇന്നിപ്പോൾ ആചാര്യ സ്ഥാനത്തുള്ള ആളുകളുടെ കെ.ടി. മുഹമ്മദ്, അതുപോലെ SL പുരം, അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ NM പിള്ള തുടങ്ങിയിട്ടുള്ള ആളുകളുടെ നാടകങ്ങൾ കണ്ട് കളരിയാണ് ബാറ്. അങ്ങനെയാണ് നാടകങ്ങൾ കാണാൻ തുടങ്ങിയത് ഞാൻ. പിന്നെ നാടകം അഭിനയിച്ചും നാടക മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നാടക മത്സരങ്ങളിലൊക്കെ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ കളിച്ച ട്രൂപ്പുകളിലെ പല നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വൈകാരികമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. മറ്റേ ഇപ്പോൾ ഒരു സാധാരണ പ്രേക്ഷകനുള്ളതിനേക്കാൾ കൂടുതൽ ബന്ധം നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ പൊളിച്ചു എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു വേദന ഉണ്ടാക്കിയ കാര്യമായി. അത് മണിയേട്ടനുണ്ടായിട്ടുണ്ടാവും, അത് ഭയങ്കരമായിട്ടുള്ള. ഞാൻ പ്രൊഫഷണൽ ട്രൂപ്പിൽ പോകുന്നത് തന്നെ ബാറിൽ നിന്നാണ് ആദ്യമായിട്ട്. അതാണ് അത് ആൽബം, എൻ്റെ നാടകം, പിന്നെ ശേഖർ മാഷ നാടകം, പിന്നെ അത് കഴിഞ്ഞ് ചായം തേച്ച മുഖങ്ങൾ, ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ബാറിൻ്റെ ഒരു വാർഷികത്തിന് ഒരു നാടകം, അതും കളിച്ചതിന് ശേഷമാണ് ഞാൻ പ്രൊഫഷണൽ ട്രൂപ്പിലേക്ക് തന്നെ പോകുന്നത്.
അത് 2 പ്രാവശ്യം തുടർച്ചയായിട്ട് അവാർഡ് കിട്ടിയതാണ് ബാറിന്. അപ്പോൾ അത് മറക്കാൻ പറ്റില്ല. അത് അയപ്പുവക്കീലിനാണ്. പക്ഷേ ബാറിൻ്റെ രവി പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അതായത് ബാറിന് എന്തുകൊണ്ട് അത് മുൻകൂട്ടി ഒരു സ്ഥലം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള സംഗതി, അത് നമ്മുടെ മലയാള നാടകവേദിയുടെ ഒരു അപജയമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. കാരണം പടിപടിയായിട്ട് മലയാള നാടകവേദി ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സംഗതിയുണ്ട്. അത് ബാറെന്നല്ല, കേരളത്തിൽ ആരും പ്രതീക്ഷിച്ചില്ല. പുതിയ മാധ്യമങ്ങളുടെ കടന്നുകയറ്റവും അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളും ഒക്കെ ഉണ്ട്. ആ നാടകവേദി മൊത്തത്തിൽ കേരളം ആകുമ്പോൾ പിന്നെ അവിടെ നിന്ന് ആലോചിക്കാൻ ബാറിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആദ്യകാലത്ത് ആ രീതിയിൽ നിന്ന് വേണമെങ്കിൽ ആലോചിക്കായിരുന്നു. പക്ഷെ അത് അവസാനത്തുമ്പോൾ അവർക്ക് പോലും അവരുടെ കയ്യിലല്ല, മലയാള നാടകവേദി തന്നെ കൈവിട്ടു പോകുന്നൊരു സാഹചര്യത്തിൽ പിന്നെ ബാറിന് അവസാന ഘട്ടത്തിൽ അത് ആലോചിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സംഗതി. അതിലിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പം ഞാൻ അവിടെ ശ്രീകൃഷ്ണ കോളേജിൽ അവിടുത്തെ നാടകങ്ങളിലൊക്കെ കളിച്ചു വന്നെങ്കിൽ പോലും ആദ്യമായിട്ട് ഒരു പബ്ലിക് സ്റ്റേജ് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു അംഗീകാരമുള്ളൊരു സ്റ്റേജിൽ കയറുന്നത് ബാറിലാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ ആദ്യം പറഞ്ഞ പോലെ അപ്പോൾ അതെല്ലാവരും വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തന്നെയല്ല, ബാറിൻ്റെ വേറെ പ്രത്യേകത സാധാരണ പ്രൊഫഷണൽ നാടകങ്ങളെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്ന ഒരു വേദി മാത്രമായിരുന്നു. അത് മാറുകയാണ്. സംഗീത നാടക അക്കാദമി പോലും അമേച്ചർ നാടക മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ബാറിൽ നാടക മത്സരം ആരംഭിച്ചു, അമേച്ചർ നാടക മത്സരം. അത്തരം ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ കുന്നംകുളത്തെ നമുക്കറിയാം എങ്ങനെയാണ് ഒക്കെ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനം വിൽക്കണ സ്ഥലം എന്ന പേരിലാണ് ലോകം മുഴുവൻ കുന്നംകുളത്ത് അറിയണത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു നാടക സമ്പ്രദായം അല്ലെങ്കിൽ നാടകം ഇങ്ങനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കണം, അമേച്ചർ നാടക മത്സരങ്ങൾ നടത്തണം, അങ്ങനെ ഒരു നാടകത്തിൻ്റെ ഒരു ഉറവ കുന്നംകുളത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ളത് ഇതാരും കണക്കാക്കുന്നു. ആ ദുഷ്പേര് കേരളം മുഴുവൻ നിൽക്കുമ്പോൾ തന്നെ ഈ മേഖലയിൽ ഇപ്പോൾ സാംസ്കാരിക രംഗത്ത്, പ്രത്യേകിച്ച് നാടകത്തിൻ്റെ രംഗത്തൊക്കെ നാടക പ്രവർത്തകരുടെ ഇടയിൽ കേരളം മുഴുവൻ നമ്മൾ ചെല്ലുന്ന പല നാടകങ്ങളായിട്ട് നമ്മൾ പോയിട്ടുണ്ടല്ലോ, പലയിടത്തും പോയിട്ടുണ്ട്, മണിയേട്ടൻ്റെ ഓർമ്മയുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ കുന്നംകുളത്തിനെ പ്രത്യേകം അവർ സ്മരിക്കാറുണ്ട്. കാരണം കുന്നംകുളത്തിൽ നാടകം അത് വല്ലാത്തൊരു രീതിയിൽ പലരും പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ എന്നെപ്പിള്ള തൊട്ടുള്ള ആളുകൾ പറയുന്നത് മാത്രമല്ല, പുതിയ നടന്മാരും എല്ലാ തലമുറയിലും പെട്ട നടന്മാരും ഈ ഒരു അഭിപ്രായമുണ്ട്. അവർക്കൊക്കെ ഒരു ഭയത്തോടുകൂടെ കുന്നംകുളത്ത് നാടകം കളിക്കുക. കുന്നംകുളത്തൊരു നാടകം കളിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മോശമാണെങ്കിൽ അവർ പോകും. നാടകം കാണാതിരിക്കുമ്പോൾ എനിക്ക് അനുഭവമുണ്ട്. ഈ ഒരു ക്ലീഷ എന്നും കേട്ട് മടുത്തു പോയൊരു സംഗതിയുടെ ആവർത്തനം ഒരു വേദിയിൽ ഒരു നടനോ ആരോ ചെയ്യുമ്പോൾ ആ നടൻ പറയുന്ന ഡയലോഗ് പറയാൻ മുമ്പ് കുട്ടികൾ എനിക്ക് പറയും. അത്തരത്തിൽ കുട്ടികൾ ട്രെയിൻഡായിട്ടുണ്ട്, നാടകം കണ്ട് അവർക്ക് പരിശീലനം കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ നാടക സംസ്കാരം ബാറ് വളരെ ശക്തമായിട്ട് ഉണ്ടാക്കിയെടുത്തു എന്നുള്ള ഒരു എളിയ നാടക പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ബാറുമായിട്ടുള്ള എൻ്റെ ബന്ധങ്ങൾ വൈകാരികമായിട്ടുള്ള ബന്ധങ്ങൾ തന്നെയുണ്ട്. ഞാൻ എഴുതിയിട്ടുള്ള 3 നാടകങ്ങൾ ഈ ബാറിൻ്റെ വാർഷിക പരിപാടിയിൽ ഉൾപ്പെടുത്തി ഇവിടെ അവതരിപ്പിക്കലുണ്ടായി. പല ബാറിൻ്റെ വാർഷികമായിട്ട് അവതരിപ്പിക്കാറുള്ള പല നാടകങ്ങളിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ബാറ് ഈ സംഘടന കുന്നംകുളത്തിൻ്റെ ഒരു സാംസ്കാരിക ഒരു പരിച്ഛേദമാണ്. ഈ സംഘടനയിൽ അല്ലെങ്കിൽ ഈ ബാറിൻ്റെ സ്റ്റേജിൽ നാടകം കളിക്കാത്ത ഒരു പ്രൊഫഷണൽ കലാകാരൻ കേരളത്തിലുണ്ടാവുമോ എനിക്ക് സംശയമാണ്. ഇന്ന് നമ്മുടെ പ്രൊഫഷണൽ രംഗത്തുള്ള മഹാരഥന്മാരായിട്ടുള്ള ഒട്ടുമിക്ക നാടക നടന്മാരും ഈ ബാറിൻ്റെ സ്റ്റേജിൽ നാടകം കളിച്ചിട്ടുള്ളവരാണ്. കുന്നംകുളത്ത് കൈരളി കലാലയം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അതിലത്തെ ആദ്യത്തെ ഒരു നാടകം ഞങ്ങളിവിടെ ബാറിൻ്റെ മത്സരത്തിന് വേണ്ടി അവതരിപ്പിച്ചു. അത് ഞങ്ങൾക്ക് 5 പ്രൈസ് കിട്ടി. അങ്ങനെ കുന്നംകുളത്ത് പല കലാ സംഘടനകളും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ബാർ എന്ന പേരിലാണ് പ്രശസ്തി നേടിയിട്ടുള്ളതൊക്കെ. ഒട്ടനവധി കലാകാരന്മാരെ വാർത്തെടുത്ത ഈ കുന്നംകുളം ബാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഇപ്പോൾ ഈ ബാറിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കുന്നംകുളം ടൗൺ ഹാളിലേക്ക് താൽക്കാലികമായി
ബാറിൻ്റെ പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ബാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള കലാരംഗത്തായാലും കായിക രംഗത്തായാലും പ്രവർത്തിക്കുന്ന ഉന്നതരായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സാംസ്കാരിക രംഗത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങളുടെ ബാറിൻ്റെ ഭാരവാഹികൾ ശക്തമായി തന്നെ ഇനിയുള്ള കാലഘട്ടം മുന്നോട്ട് പോകും. നാടകമായിട്ട് ബന്ധപ്പെടുന്നത് ഞങ്ങളുടെ ഒരു വായനശാലയുണ്ട്, ജനതാ ലൈബ്രറി. ആ വായനശാലയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നാടകങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ വാർഷികത്തിന് എല്ലാ കൊല്ലവും നാടകങ്ങൾ അഭിനയിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആണ് നാടകങ്ങൾ അന്നൊക്കെ എഴുതിയ നാടകങ്ങൾ എടുത്തിട്ട് കളിക്കലാണ് പതിവ്. അപ്പോൾ അങ്ങനെ നാടകങ്ങൾ കളിക്കുമ്പോൾ ഞാൻ അതിലേക്ക് വേണ്ട പാട്ടുകൾ എഴുതും. പിന്നെ ഞങ്ങൾ മരണപ്പെട്ടു പോയൊരു കലാകാരനുണ്ടായിരുന്നു, ഒരു AS കുമാരൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം അതിന് സംഗീതം പകരും. അങ്ങനെ പിന്നെ ഇവിടെ ചുറ്റുപാടുള്ള നാടക സമിതികൾക്കൊക്കെ സംഗീതം നൽകണ ഒരു സമ്പ്രദായം കൂടി ഞങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ നാടകങ്ങളുണ്ടെങ്കിൽ നാടകത്തിൻ്റെ പിന്നണി പാടാൻ പോവുക, പിന്നെ ഗാനങ്ങൾ രചിച്ച് കൊടുക്കുക, സംഗീതം ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയുള്ള പണികളൊക്കെ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. ബാർ ഓഡിറ്റോറിയം അതിന് ഐപ്പായി പനക്കിൽ, പിന്നെ വിജയം പള്ളിക്കര, പുരുഷോത്തമൻ, അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ബാറ് ഉണ്ടാക്കിയത്. ആ ബാറുണ്ടാക്കിയതിന് ശേഷം ഈ അടുത്ത കാലം വരെ അതിൽ മെമ്പർ തന്നെയായിരുന്നു. ഇപ്പം ശരീരത്തിന് വയ്യ, നടക്കാനൊന്നും വയ്യ. അത് കാരണം ഈ മെമ്പർഷിപ്പ് കൊടുക്കാനും മെമ്പർഷിപ്പ് കുറേ കാലം വെറുതെ കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ സാമ്പത്തികമായിട്ടും വളരെ പരിങ്ങല്ലാണ്. അത് കാരണം കൊണ്ട് മെമ്പർഷിപ്പ് ഒഴിഞ്ഞതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊരു സാറ് എഴുതിയ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ഉട്ടുപ്പ് എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പ്രഭാതകരൻ എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അത് ഓർക്കുന്നുണ്ട്. നമുക്കൊന്ന് പാടിയാലോ? എനിക്ക് അതിൻ്റെ വരികളൊന്നും ഓർമ്മയില്ല, ട്യൂൺ എവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. എനിക്ക് ബാറിൽ അന്ന് പാടിയതാണ് അത് കേട്ട്. പ്രഭാതകിരണം തട്ടിയുലാവും പ്രസൂനമേ നിൻ പുഞ്ചിരി തൻ പ്രഭാതകിരണം തട്ടിയുലാവും പ്രസൂനമേ നിൻ പുഞ്ചിരി തൻ പ്രകാശധാരയിൽ അലിഞ്ഞു ചേർന്നൊരു പ്രകാശധാരയിൽ അലിഞ്ഞു ചേർന്നൊരു പരിമളമേറ്റുമയങ്ങി ഞാൻ പ്രഭാതകിരണം തട്ടിയുലാവും പ്രസൂനമേ നിൻ പുഞ്ചിരി തൻ മൃദുല മനോഹരമാനിൻ ചുണ്ടിൽ മൃദുല മനോഹരമാനിൻ ചുണ്ടിൽ ചിരിയൂറിയിടും നാളിൽ മൃദുല മനോഹരമാനിൻ ചുണ്ടിൽ ചിരിയൂറിയിടും നാളിൽ മുത്തം നൽകാനെത്തുമല്ലോ മുത്തം നൽകാനെത്തും നല്ലൊരു മൃദുകലനാമണിമാരൻ പ്രഭാതകിരണം തട്ടിയുലാവും പ്രസൂനമേ നിൻ പുഞ്ചിരി തൻ. പിന്നെ എന്താണ് അതിൻ്റെ ഓർമ്മയില്ല? ഓർമ്മയില്ല, എനിക്ക് വരില്ല. അതായത് സാറിൻ്റെ അടുത്ത് എങ്ങനെ
ചോദിച്ചു. കുന്നംകുളത്ത് ഒരു ഭാർഗവൻ മാസ്റ്റർ, ഭാർഗവൻ പള്ളിക്കര, അദ്ദേഹം നടനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, ഡയറക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് കുന്നംകുളം ഗവൺമെൻറ് ബോയ്സ് സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിനെ അറിയുമായിരുന്നു ഞാൻ പാട്ട് പാടുന്നു. അപ്പോൾ വൈഫ് പോയിട്ട് ആ ടീച്ചർ എന്നെ, വൈഫ് ടീച്ചറാണ്, ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ പോയിട്ട് ഈ മാസ്റ്റർ അടുത്ത് പറയണം ഇങ്ങനെ ജോയ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, ആ കുട്ടി നന്നായി പാടും എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എന്നെ വന്ന് കാണുകയും അദ്ദേഹമാണ് ഈ നാടകത്തിലേക്ക് എന്നെ ആനയിക്കുന്നത്. ആദ്യ നാടകം എൻ്റെ ധൂമകേതു, അദ്ദേഹം തന്നെ എഴുതി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതാണ് ധൂമകേതു എന്ന് പറഞ്ഞ നാടകം. പിന്നീട് ഐപ്പ് പാറേമ്മൽ, അദ്ദേഹം മരിച്ചുപോയി. ഐപ്പ് പാറേമ്മലിൻ്റെ ചായം തേച്ച മുഖങ്ങൾ. പിന്നെ പോൾ വെങ്ങാല, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ നാടകം തപോവനം, അതിലൊക്കെ ഞാൻ പാടുണ്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ധൂമകേതു എന്ന് പറഞ്ഞ ഒരു നാടകം എഴുതിയപ്പോൾ അന്ന് സ്റ്റേജുകൾ കിട്ടാൻ വേണ്ടി, അവതരിപ്പിക്കാൻ സ്റ്റേജുകൾ കിട്ടാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരുന്നു. ബാറിൻ്റെ സെക്രട്ടറിയെ ഏകദേശം 30 വർഷം മുമ്പ് വന്ന് കണ്ട് ബാറിൻ്റെ സെക്രട്ടറിയും കമ്മിറ്റി കൂടിയിട്ട് വേണം ഇവിടെ നാടകം ഫിക്സ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ കമ്മിറ്റി കൂടിക്കൊണ്ട് നാടകം ഫിക്സ് ചെയ്ത് എൻ്റെ ധൂമകേതു എന്ന നാടകം ഇവിടെ കളിക്കാനുണ്ടായി. നീലയമുനേ സ്നേഹയമുനേ. ഈ ഗാനത്തിലൂടെ പ്രസിദ്ധനായ ഗായകൻ കുന്നംകുളം യേശുദാസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ദേവരാജൻ മാസ്റ്ററുടെ ശിക്ഷണത്തിൽ ഏറെക്കാലം കാളിദാസ കലാകേന്ദ്രത്തിലെ പിന്നണി ഗായകനായിരുന്നു. പിന്നീട് സിനിമാ നിർമ്മാതാവായി. ഭരതൻ, പത്മരാജൻ, ജോഷി തുടങ്ങി ചലച്ചിത്ര ലോകത്ത് ധാരാളം സൗഹൃദങ്ങളുണ്ടായിരുന്ന വർഗീസ് ബാറിൻ്റെ വാർഷിക നാടകങ്ങളിൽ പിന്നണി പാടുമായിരുന്നു. ഞാനും ഈ അഭിനയമാണ് തൊഴിൽ വെച്ചാലും നാടകമായിട്ട് ബന്ധമുള്ള ആളല്ല. ആ കൂടി ഒരൊറ്റ നാടകം കളിച്ചിട്ടുള്ള ഈ ബാർ ഓഡിറ്റോറിയത്തിലാണ്. അന്നോട് കൂടിയിട്ട് നാടകത്തിൻ്റെ പരിപാടി അവസാനിപ്പിച്ചു. അതെന്താ വെച്ചാൽ അന്ന് ആ ഭാഗത്തായിരുന്നു ഇതിൻ്റെ സ്റ്റേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൽ വെച്ച് അടിയന്തരാവസ്ഥ കാലത്താണ് KC ബാബുവാണ് മുൻ ചെയർമാനായിരുന്നു അതിൻ്റെ സംവിധായകൻ. അപ്പോൾ ഞാനൊരു പ്രഭുവായിട്ടാണ് അഭിനയിക്കുന്നത്. ചാട്ടവാറെടുത്തിട്ട് അടിച്ച്, അതായത് തൊഴിലാളികളെ ചാട്ടവാറെടുത്ത് അടിച്ച് ആണ് രംഗപ്രവേശനം ചെയ്യുന്നത്. ഡയലോഗ് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആട്ടവും പാട്ടും തെണ്ടികൾ എന്ന് പറഞ്ഞിട്ടാണ് അടിക്കേണ്ടത്. ഇവരിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അപ്പം റിഹേഴ്സലിന് സ്ഥിരം ഈ ചാട്ടുവാറ കൊണ്ട് അടിക്കുന്ന ഒരു രംഗം നമ്മൾ വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ അന്ന് ഈ കണ്ടംപള്ളി ബാലൻ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള നാടകത്തിലാണ് കുന്നംകുളത്തുകാരുടെ ഈ നാടകം. ജോബുട്ടിയനാണ് നാടകം എഴുതിയിട്ടുള്ളത്. CV ശ്രീരാമൻ, ഐപ്പ് പാറമേലും മുതലായിട്ടുള്ള ആൾക്കാരൊക്കെ ജഡ്ജസായിട്ട് വന്നിട്ടിരിക്കുന്നുണ്ട്. നിറഞ്ഞ സദസ്സായിരുന്നു. നമ്മൾ സാധാരണ പോലെ ഈ റിഹേഴ്സൽ ചെയ്യുന്ന പോലെ വന്നു. ആട്ടവും പാട്ടവും തെണ്ടികൾ എന്ന് പറഞ്ഞിട്ട് വലിയ ചാട്ടവാർ അതുകൊണ്ട് അടിച്ചിട്ട് നോക്കുമ്പോൾ ചാട്ടവാർ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഈ മൈക്ക് ഞാത്തിയിട്ടുള്ള കയറുള്ളത് കുടുങ്ങിപ്പോയി. ആട്ടവും പാട്ടും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിങ്ങനെ കുറേ നേരം വലിച്ചു, ആൾക്കാർ കൂവി, കർട്ടൻ ഇട്ടു. അങ്ങനെയാണ് നമ്മുടെ അരങ്ങേറ്റം അവസാനിപ്പിച്ചത്. പിന്നെ നാടകം കളി ഉണ്ടായിട്ടില്ല. എനിക്ക് അന്ന് തൊട്ടിട്ട് ഈ നാടകം എന്ന് പറഞ്ഞാൽ പേടിയാണ്. പിന്നെ ഈ ബാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ അത്ഭുതമാണ്. കാരണം ഈ വളരെ സാമ്പത്തിക ശാസ്ത്രാധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന കുന്നംകുളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് 36 കൊല്ലം നിലനിന്നു എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു ചരിത്രമാണ്, അത്ഭുതമാണ്. ആ അത്ഭുതത്തിനെ നമ്മൾ ആദരിക്കുക ആദ്യം. പിന്നെ ബാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെറിയൊരു പരാതിയുണ്ട്. ഇപ്പോഴും ജയപ്രകാശിന്റെ അടുത്ത് ചെന്നിട്ട് രവി പറയുന്നവരെ ഈ വിവരം ഇവിടുത്തെ നഗരസഭ അറിഞ്ഞിട്ടില്ല എങ്കിൽ ഇതിന്റെ ഒരു പബ്ലിക് റിലേഷൻസ് വളരെ കുറവാണ്. അതായത് ഇത് കുറച്ച് ആൾക്കാരുടെ മാത്രമായി ഇതിങ്ങനെ പോയി. ഞാൻ 2 പ്രാവശ്യം എന്നൊന്ന് ചേർക്കണം എന്ന് പറഞ്ഞപ്പോൾ കൂട്ടാക്കിയില്ല. അപ്പൊ എന്താ വെച്ചാൽ ഇത് നമ്മളെ മാത്രം ഒരു പരിപാടിയായിട്ട് ഇങ്ങനെ നടക്കട്ടെ എന്നൊരു പക്ഷെ വിചാരിച്ചിട്ടുണ്ടാവാം. അത് കുറച്ചുകൂടി ജനങ്ങളിലേക്ക് ഇറങ്ങേണ്ടത് നാടക പ്രസ്ഥാനങ്ങളുടെ ആവശ്യമാണ്. ഇതൊരു സ്വകാര്യമായിട്ടുള്ളൊരു സ്വകാര്യ കമ്പനിയായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കാൻ പാടില്ലായിരുന്നു. ജനങ്ങളുടെ ഒരു പൾസിലേക്ക് ഇത് ഇറങ്ങിച്ചെല്ലാൻ ബാറിന്റെ ഭാരവാഹികൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. നല്ല കളിയും ചിരിയും തമാശകൾ ഇന്ന് ദുനിയാവിലാടി കളിച്ചവർ ഇന്ന് ദുനിയാവിലാടി കളി. 91 ശേഷം ഈ നാടകത്തിൻ്റെ താല്പര്യമുള്ളതുകൊണ്ട് അന്ന് ഈ ക്ലബ്ബുണ്ട്. ഞങ്ങളൊക്കെ ഒരു കമ്പനിയായിരുന്നു അന്നേ. നാടകമൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് തന്നെ
അയ്പ പണ്ടേ എൻ്റെ സുഹൃത്താണ്. പിന്നെ അയ്പ്പച്ചെന്ന് ഞങ്ങൾ വിളിക്കുക, പനയ്ക്കൽ ഗോപി, പിന്നെ മുരളിമാഷ്, പിന്നെ ഒരു അനന്തകൃഷ്ണൻ. അങ്ങനെ കുറേ ആൾ സ്ഥിരമായിട്ട് നാടകത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അയ്പ്പച്ചൻ എഴുതിയിട്ടുള്ള നാടകം വർഗീസ് തോലത്ത് എന്ന് പറയുന്ന ആൾ സിനിമയ്ക്ക് പിടിച്ചിട്ടുള്ള ആൾ. അയാളത് സംവിധാനം ചെയ്തു. അത് ഒന്നാമത്തെ ഒരു നാടകമായിരുന്നു. ഫിലോമിന അഭിനയിച്ചിട്ടുള്ള ആൾ, ഞാൻ, പിന്നെ നമ്മുടെ മുരളിമാഷ്, ഈ പിന്നെ ഇപ്പം പള്ളിക്കൽ വിജയൻ, അങ്ങനെ കുറേ ആൾ ആണ്. ഈ നമ്മുടെ ബസ് KBT അധ്യാപനത്ത് അഭിനയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അതാണ് ഇപ്പോൾ ആദ്യത്തെ കുന്നംകുളത്തിൽ നാടകത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയാം. പിന്നീട് ഈ ക്ലബ്ബുണ്ടാക്കി, ARC എന്നുള്ള പേരായിരുന്നു ക്ലബ്ബ്. അതുപോലെ സജീവമായിട്ട് എത്രയോ വർഷങ്ങളോളം നാടകം. പിന്നെ അത് പറയാം. പിന്നെ അതിലിടയ്ക്ക് ഒരു തമാശ ഉണ്ടായി. അവിടെ ഒരു AB-യുടെ, അത് നമ്മുടെ രാഘവൻ മാഷ് AB-യിലെ മെമ്പറാണ്, BA രാഘവൻ മാഷ്. അപ്പോൾ അവിടെ ഒരു നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊന്നാരുക്കളു എന്ന് പറഞ്ഞിട്ടൊരു വലിയ പ്രതാപശാലിയായിട്ടുള്ള ആളുണ്ടായിരുന്നു. ആ നാടകത്തിൽ എന്തോ കമ്മ്യൂണിസ്റ്റ് ഡയലോഗ് എന്തോ പറഞ്ഞു. അയാൾ എനിക്ക് പറഞ്ഞ് പറയാൻ പാടില്ലതാണ്. അപ്പോൾ രാഘവൻ മാഷ് നിങ്ങൾക്ക് സൗകര്യം കേട്ടാൽ മതി. അങ്ങനെ അതിൻ്റെ മുകളിൽ തർക്കമായി. AB ഉണ്ടായതിന് പ്രത്യേക സാഹചര്യത്തിലാണ്. അപ്പോൾ ARC ഞങ്ങൾ പറഞ്ഞു അതിന് മെമ്പർഷിപ്പ് ലിമിറ്റഡ് ആവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പലരും ചേരാൻ വേണ്ടി പറഞ്ഞു, പലരും ചേർന്നില്ല. അപ്പോൾ ARC എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ ഇതാണ്, ഈ നാടകരംഗമായിട്ട് താല്പര്യമുള്ളവരല്ല. അപ്പോൾ കുന്നംകുളത്ത് പല മലയാളിമാർക്കും ഇതിൽ മെമ്പറാവാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഈ AB ഉണ്ടാക്കുന്നത് എല്ലാം ചേർത്ത്. പിന്നീട് അത് ലയിച്ചു. നിലങ്കയിൽ തൊടുന്ന കന്നിവയലിനു മേലെ പൊന്നോണത്തുമ്പികൾ പറിച്ചടിക്കുന്നു മണ്ണിന്റെ ഗാനങ്ങൾ ചാലെ, ഒരു മണ്ണിന്റെ ഗാനങ്ങൾ ചാലെ. മണ്ണിന്റെ വീരങ്ങൾ മാലെ, മഴ പെയ്യുന്ന തേനന്റെ പാട്ടുകൾ തേനി നനച്ചവരല്ലേ. ഇന്ന് ഇതുപോലൊരു തിയേറ്റർ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ വലിയ സാഹസമാണ്, വലിയ സാമ്പത്തിക ബാധ്യത ഉള്ളതാണ്. ആ ബാധ്യത നിറവേറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ സ്പെഷ്യൽ പ്രോഗ്രാമും അതുപോലെയുള്ള അത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് നാടുനീളെ നടന്ന് ടിക്കറ്റൊക്കെ കൊടുത്ത് അങ്ങനെ പൈസ ഉണ്ടാക്കിയാണ് ഈ സ്ഥാപനം നിലനിർത്തുന്നതിന് ഇപ്പോൾ 7 വർഷക്കാലം. അതുപോലെ കലാനിലയത്തിൻ്റെ നാടകം 2 പ്രാവശ്യം ഇവിടെ വന്ന് കളിച്ച് അതിൽ നിന്നൊരു മിച്ചമുണ്ടാക്കി അങ്ങനെയാണ് ഞങ്ങൾ നിലനിർത്തി ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായൊരു സ്ഥലം ഇനി ഉണ്ടാക്കണം. ആ സ്ഥലം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ഈ നാടകത്തോടു കൂടി. ആ നാടകം വേണമെങ്കിൽ അതെന്തോ ഒരു നിമിത്തമാണെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ വേറൊരു നാടകമായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അവർക്ക് ഇവിടെ വന്ന് ചേരാൻ, തിരുവനന്തപുരത്ത് നിന്ന് വന്ന് എത്തിച്ചേരാൻ പ്രയാസം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ നാടകം, അതാണിപ്പോൾ നാളെ കൊല്ലം അമൃതയുടെ, അത് ഇന്നത്തെ ഞങ്ങളുടെ ഈ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഞങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് ആ പേര് ഒരു ടൈറ്റിലായി. അത് മാതൃഭൂമിയുടെ നമ്മുടെ ലേഖകൻ അതൊരു നല്ല ഒരു ലേഖനമാക്കി വരാന്ത പതിപ്പിലൊക്കെ ഇന്നലത്തെ പത്രത്തിലൊക്കെ കൊടുക്കുകയുണ്ടായി. അങ്ങനെ ഒട്ടേറെ ഈ ബാറിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും നിലനിൽക്കണം എന്നാഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയൊരു സ്വന്തമായ മണ്ണ്, 50 സെൻറ്റ് സ്ഥലം ഈ കുന്നംകുളത്തിൻ്റെ 3 കിലോമീറ്ററിന് ചുറ്റളവിൽ, അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ജനറൽ ബോഡി യോഗം ചേർന്ന് തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ 2 വർഷത്തിനുള്ളിൽ ഇത് സ്വന്തമായി ഒരു സ്ഥലം ഉണ്ടാക്കി നല്ലൊരു ഓഡിറ്റോറിയം ഉണ്ടാക്കി ഇത് സാക്ഷാത്കാരം നടത്തും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞാനിവിടെ ആദ്യ നാടകത്തിൽ ഇവിടെ നാടകം അവതരിപ്പിക്കുന്നത് ആലുവ യവനികയുടെ അഷ്ടബന്ധം എന്ന് പറയുന്ന നാടകമായിരുന്നു. അതിനുശേഷം ഒരു 7 നാടകത്തിൽ പരം ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ അവതരിപ്പിച്ച നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാടകരംഗം വളരെയേറെ
ശോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിലും പ്രൊഫഷണൽ നാടകങ്ങളെ പിടിച്ചു നിർത്താൻ വളരെയേറെ കഠിനമായ ശ്രമം നടത്തിയ ഒരു സംഘടനയാണ് കുന്നംകുളം ബാർ. എല്ലാ മാസവും കൃത്യമായി പ്രോഗ്രാം നടത്തുകയും കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സമിതികളെയും വിളിച്ച് നാടകം അവതരിപ്പിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് എന്തോ ഒരു ദുർവിധി പോലെ ഇവിടെ നിന്ന് പൊളിച്ച് മാറ്റപ്പെടുകയാണ്. എന്നാലും ബാറ് എന്ന് പറയുന്ന ഈ സംഘടന നശിക്കാതിരിക്കട്ടെ, അത് പടർന്ന് പന്തലിക്കട്ടെ, ഇവിടുത്തെ പ്രൊഫഷണൽ നാടകരംഗത്തിനും കലാകാരന്മാർക്കും ഒരു തണലായിരിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹം, ഒരു ആശംസയും. ഞാൻ 25 വർഷത്തോളം നാടകങ്ങളിലൂടെ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ KPSC മുതൽ ഇങ്ങോട്ട് ഉള്ള എല്ലാ നാടകങ്ങളും, KPSC സംഘചേതന, സങ്കീർത്തന, കൊല്ലം ഐശ്വര്യ, നവചേതന, ഉപാസന തുടങ്ങിയ എല്ലാ സമിതികളുടെ നാടകങ്ങളിലൂടെ കളിച്ചിട്ടുണ്ട്. പിന്നെ നാടകക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു സൊസൈറ്റി അല്ല കുന്നംകുളം ബാർ എന്ന് പറയുന്നത്. നാടകക്കാർക്ക് വളരെ നമ്മൾ കുടുംബത്തിലെ ഒരു അംഗം പോലെ തന്നെ വളരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് കുന്നംകുളം ബാർ അസോസിയേഷൻ. ഈ വയസ്സുകാലത്ത് ചേട്ടായി പെണ്ണ് കിട്ടാൻ പോവാ? വയസ്സൊരു വയസ്സൊന്നും അല്ല മക്കളെ. അപ്പച്ചൻ നിനക്കൊരു പെണ്ണിനെ കണ്ടു, അപ്പച്ചൻ അതങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ല ഐശ്വര്യമുള്ള പെണ്ണാണ്. ഈ കുടുംബത്തിന് നിനക്കും ചേർന്ന പെണ്ണ്, ബത്ശബയെ പോലെ സുന്ദരിയായ പെണ്ണ്. ഏത് ബത്ശബ? പഴയ നിയമത്തിലെ ബത്ശബ. പഴയ നിയമത്തിലെ ബത്ശബ അപ്പച്ചൻ കണ്ടിട്ടുണ്ടോ? പിന്നെ ചുമ്മാ പുറടിക്കല്ലേ. ഒന്ന് പോടാ. കല്ലും കവുങ്ങും മുളയും ഓലയും കൊണ്ട് തീർത്ത എൻ്റെ ഈ ബാഹ്യ ശരീരമല്ല, അതിനുള്ളിൽ തലമുറകൾ കൈമാറി നെഞ്ചേറ്റ് സൂക്ഷിച്ച ജീവാഗ്നിയാണ് ബ്യൂറോ ഓഫ് ആർട്സ് ആൻഡ് റിക്രിയേഷൻ എന്ന ഈ രംഗകലാ പ്രസ്ഥാനം. എല്ലാവിധ പ്രതികൂല്യങ്ങളെയും മുറിച്ചു കടന്ന് വർദ്ധിത വീര്യത്തോടെ പുതിയ പ്രഭാതങ്ങളെ വരവേറ്റ പാരമ്പര്യമാണ് ഇക്കഴിഞ്ഞ പതിറ്റാണ്ടുകളത്രയും അതിനെ വഴി നടത്തിയത്. ചരിത്രദൗത്യം നിറവേറ്റിയ ചാരിതാർത്ഥ്യത്തോടെ ബാറിൻ്റെ പ്രതീകം മാത്രമായിരുന്ന ഞാൻ പഞ്ചഭൂതങ്ങളിലേക്ക് മടങ്ങട്ടെ. കളിത്തട്ടിലിരിക്കാം പോരൂ ഇത്തിരി നേരമെന്തത്തെ തെങ്ങിള നീരു തരാം ഞാൻ കുളിർതന്നലിൻ താമരം വീഴാം. നാടകത്തിനു മരണമില്ല, ബാറിനും.